കുന്നത്തൂർപ്പാടിയിൽ ഇനി ഉത്സവ നാളുകൾ. ഒരു മാസം നീണ്ടുനിൽക്കുന്ന തിരുവപ്പന ഉത്സവത്തിന് തുടക്കമായി. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലുള്ള കുന്നത്തൂർ മലമുകളിലെ വനത്തിൽ മുത്തപ്പൻ മടപ്പുരകളുടെ ആരൂഢസ്ഥാനത്ത് ഒരു മാസം നീണ്ടുനിൽക്കുന്ന തിരുവപ്പന ഉത്സവത്തിന് തുടക്കമായി. തിങ്കളാഴ്ച സന്ധ്യയോടെ താഴെപ്പൊടിക്കളത്തെ ശ്രീകോവിലിൽ ദീപാരാധനയ്ക്കു ശേഷം ഉത്സവം തുടങ്ങാൻ തന്ത്രി അനുവാദം നൽകി. തുടർന്ന് കൊല്ലൻ മുത്തപ്പന്റെ ആയുധങ്ങൾ കടഞ്ഞ് ചന്ദന് കൈമാറി. അടിയാന്മാർ വാണവരെയും ചന്ദനെയും കോമരത്തെയും കോലധാരികളെയും വാദ്യക്കാരെയും ചൂട്ടും ഭണ്ഡാരവും മുത്തപ്പന്റെ തിരുവാഭരണവും സഹിതം കളിക്കപ്പാട്ട് പാടിക്കൊണ്ട് പാടിയിലേക്ക് ആനയിച്ചു. പാടിയിലെ വാണവരുടെ കങ്കാണി അറയുടെ തൂണിൽ കൊല്ലൻ കുത്തുവിളക്ക് സ്ഥാപിച്ചു. തുടർന്ന് കുടുപതി വിളക്കിൽ അഗ്നി തെളിയിച്ചതോടെ പാടിയിലെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഓല കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക മടപ്പുരയും അടിയന്തരക്കാരുടെയും സ്ഥാനികരുടെയും പന്തലുകളും സജീവമായി. ആദ്യ ദിവസം മുത്തപ്പന്റെ 4 ജീവിതഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ, പുറംകാല മുത്തപ്പൻ, നാടുവാഴീശൻ ദൈവം, തിരുവപ്പന എന്നീ രൂപങ്ങൾ കെട്ടിയാടി. ചൊവ്വാഴ്ച മുതൽ വൈകിട്ട് 4-ന് ഊട്ടും വെള്ളാട്ടവും രാത്രി 9-ന് തിരുവപ്പനയും ഉണ്ടാകും. കോലധാരികളായ പാനൂർ വള്ളിയായിലെ അഞ്ഞൂറ്റാന്മാർ 15-ന് വാണവരുടെ അടയാളവുമായി പോയ ചന്ദന്റെ പ്രതിനിധികളോടൊപ്പം 17-ന് രാവിലെ തന്നെ ചന്ദന്റെ വസതിയിൽ എത്തിയിരുന്നു. ഉത്സവത്തിന് മുന്നോടിയായി ദേവസ്ഥാനം തന്ത്രി ചിത്തന്നൂർ ഇളയിടത്ത് പേർക്കളത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ താഴെപ്പൊടിക്കളത്ത് വിവിധ പൂജകൾ നടന്നു. ഭക്തർ മുത്തപ്പന് വഴിപാടായി കള്ള്, മത്സ്യം തുടങ്ങിയവ സമർപ്പിക്കുന്നു. വിദേശ മദ്യം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ആദ്യ ദിവസവും മറ്റു ചില ദിവസങ്ങളിലും മുത്തപ്പന്റെ മാതാവായ മൂലംപെറ്റ ഭഗവതിയും കെട്ടിയാടും. ജനുവരി 16 അടിയാന്മാരുടെ നിഗൂഢമായ ചടങ്ങുകളോടെ ഉത്സവത്തിന് സമാപനമാകും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഉത്സവകാലത്ത് പാടിയിൽ എത്താറുള്ളത്. പാടിയിലും താഴെപ്പൊടിക്കളത്തും 24 മണിക്കൂറും ദർശന സൗകര്യമുണ്ട്. വാഹനത്തിൽ എത്തുന്നവർക്ക് പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ അന്നദാനവും ഉണ്ടാകുമെന്ന് പാരമ്പര്യ ട്രസ്റ്റി SK കുഞ്ഞിരാമൻ നായനാർ അറിയിച്ചു.